പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്ക് പുതിയ ഒരു മാത്സ് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം. ഞാൻ നെഗറ്റീവ് പോസിറ്റീവ് സംഖ്യകളെ കുറിച്ചാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് നമ്പേഴ്സ്. എന്താണ് നെഗറ്റീവ് നമ്പേഴ്സ്? നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് നമ്പേഴ്സ്, രണ്ട് തരം നമ്പേഴ്സ്. നമ്മൾ ഇതുവരെ ഉപയോഗിച്ചു വരുന്ന നമ്പേഴ്സ് പോസിറ്റീവ് നമ്പേഴ്സാണ്. നെഗറ്റീവ് നമ്പേഴ്സ് എന്താണ് നമ്പേഴ്സ് എന്ന് അറിയാം. കൗണ്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്, അല്ല എണ്ണി നോക്കാനായിട്ട്, എണ്ണി അളവ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് നമ്പേഴ്സ്. അതിൽ പോസിറ്റീവ് നമ്പേഴ്സ്, ഇതുവരെ പഠിച്ച നമ്പേഴ്സിനെ നമ്മൾ പറയുന്ന പേര് പോസിറ്റീവ് നമ്പേഴ്സ് എന്നാണ്. പോസിറ്റീവ് അല്ലാത്ത ചില നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ സാധാരണ ഒരാവശ്യം വരുമ്പോഴാണ് എന്തുണ്ടാവുക, നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുക. അങ്ങനെ നമുക്ക് പഠിച്ചിട്ടുണ്ടല്ലേ. നീഡ് ഈസ് ദി മദർ ഓഫ് ഇൻവെൻഷൻസ് എന്നൊക്കെ നിങ്ങൾ ചില വാക്യങ്ങൾ, ചൊല്ലുകൾ കേട്ടിട്ടുണ്ടാവാം ഇല്ലേ. നമ്മൾ ആവശ്യം വരുമ്പോഴാണ് കണ്ടുപിടുത്തങ്ങൾ നടത്തുക എന്ന് പറയുന്നത്. ഓരോന്നിനും ഓരോ ഉപയോഗമുണ്ട് അല്ലേ. നമുക്ക് ഈ വെട്ടുകുത്തിക്കൊണ്ട് നാളേരം പൊളിക്കാണ്ട് വെട്ടുകുത്തിക്കൊണ്ട് നമുക്ക് കീറിയ ഒരു ഡ്രസ്സ് തുന്നാൻ പറ്റുമോ? അതിനെന്ത് വേണം? സൂചി വേണം. അപ്പോൾ ഓരോ ഉപകരണങ്ങളും ഓരോ ആവശ്യത്തിന് മാറും എന്നതുപോലെ നമുക്ക് എന്തു വേണം? കണക്കുകളും ചില ആവശ്യങ്ങൾക്ക് ചില കണക്ക് പോരാതെ വരും, ചില ടൈപ്പ് സംഖ്യകൾ പോരാതെ വരും. അത്തരം സാഹചര്യങ്ങളിലാണ് നമുക്ക് വേറൊരു സംഖ്യയുടെ ആവശ്യം വരുന്നത്, നെഗറ്റീവ് സംഖ്യകളെ. മനസ്സിലായ? ഇപ്പം നമ്മൾക്കിപ്പോൾ ചിലപ്പോൾ കഷ്ണങ്ങളെ സൂചിപ്പിക്കാൻ സാധാരണ സംഖ്യകൾ പോരാ, രണ്ട് സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കാറ്. നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. എന്ന പോലെ നമുക്ക് അവസാനം ഫ്രാക്ഷന് സൂചിപ്പിക്കാൻ വേറെ തരത്തിൽ സംഖ്യകൾ ഉപയോഗിക്കേണ്ടി വന്നു. ഇതേപോലെ സംഖ്യകളെ രണ്ട് തരത്തിലുള്ള ഇതാക്കിയിട്ട് പറയാറുണ്ട്. ഒന്ന് നെഗറ്റീവ് സംഖ്യകൾ, ഒന്ന് പോസിറ്റീവ് സംഖ്യകൾ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നെഗറ്റീവ് പോസിറ്റീവ് സംഖ്യകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. ആ ആശയം അത് അത്ര അങ്ങനെ കൃത്യമൊന്നുമല്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം. അതായത് പൂജ്യത്തേക്കാൾ കുറവായ സംഖ്യകൾ എന്ന് വേണമെങ്കിൽ പറയാം എന്നല്ലാതെ അത് അത്ര ക്ലിയർ ആയിട്ടുള്ളൊരു ആശയമൊന്നുമല്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഇതെന്താണ് ഇതിൽ കാണുന്നത്? അഞ്ചെന്ത് കാണുന്നു? 5 എണ്ണം കാണും. മാതളം നാരങ്ങ ഇതിൽ നിങ്ങൾ എത്ര എണ്ണം കാണുന്നു? 5 എണ്ണം കാണുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോണത്, ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ എത്ര എണ്ണം കാണാണ്ട്? ഇനിയിപ്പോൾ ഒരെണ്ണം കൂടി എടുത്തു, ഇനി എത്ര എണ്ണം കാണാണ്ട്? ഇനി ഒരെണ്ണം കൂടി എടുത്തു, ഇനി എത്ര എണ്ണം കാണാണ്ട്? ഇനി എത്ര എണ്ണം കാണാണ്ട്? ഒരെണ്ണം നിങ്ങൾക്ക് കണ്ണുകൊണ്ട് ഇപ്പോൾ ഇതുവരെ എല്ലാ സംഖ്യകളും കണ്ടു ഇല്ലേ. ഇതും കൂടി എടുത്തു. ഇനി എത്ര സംഖ്യ ആപ്പിൾ ഉണ്ട്? 0. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? 0 ആപ്പിൾ കാണാൻ പറ്റുന്നില്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിലും കുറവാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ? അപ്പോൾ പൂജ്യം തന്നെ കാണാൻ പറ്റുന്നില്ല. ആ പൂജ്യത്തേക്കാൾ കുറവുള്ള സംഖ്യകൾ ഭാവനയിൽ മാത്രമുള്ളതാണോ? ആണ്. ആ ഭാവനയിൽ ഈ സംഖ്യകൾ കണ്ടിട്ട് എങ്ങനെ കൂട്ടലും? ഭാവനയിൽ മാത്രം അപ്പോൾ കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ റിയൽ ആയിട്ടുള്ള നമ്പർ അല്ലേ അത്? നെഗറ്റീവ് പോസിറ്റീവ് നമ്പർ യാഥാർത്ഥ്യമല്ലേ. അപ്പോൾ സ്വപ്നത്തിൽ മാത്രമാണ് ഈ നമ്പർ ഉള്ളത്. അപ്പോൾ ഓരോരുത്തരും മനസ്സിൽ പോയിട്ട് ആണ് ഇത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നെഗറ്റീവ്, അപ്പോൾ പൂജ്യം തന്നെ ഇല്ലാത്തതാണ്. അപ്പോൾ ഇല്ലാത്തത് ഇപ്പോൾ 5 മാതളത്തിൻ്റെ കൂടെ 2 മാതളം കൂട്ടി എത്രയായി? അപ്പോൾ 5 മാതളത്തിന് 1 മാതളം കൂട്ടി എത്രയായി? അപ്പം 5 മാതളം 0 മാതളം കൂട്ടി എത്രയായി? സെയിം തന്നെ. അപ്പോൾ 5ന് 0 തന്നെ ഇല്ലാത്തത് കൂട്ടിയാൽ പിന്നെ കുറയുന്ന പ്രശ്നമുണ്ടോ? കൂടുന്ന പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ 5 മാതളത്തിൻ്റെ കൂടെ നെഗറ്റീവ് എന്ന് വെച്ചാൽ 0 തന്നെ ഇല്ലാത്തതാണ്. അതിനേക്കാൾ കുറഞ്ഞതാണെങ്കിൽ പിന്നെ അത് ഇല്ലാത്തതല്ലേ. ഇല്ലാത്തതിനേക്കാൾ കുറവുള്ള സാധനം ഉണ്ടോ? ഇല്ലൊരു സാധനം. അതിലും കുറഞ്ഞതും കിട്ടുക. അപ്പോൾ നെഗറ്റീവ് സംഖ്യ 0ത്തേക്കാൾ കുറവാണെങ്കിൽ ഇല്ലാത്തതല്ലേ. ഇല്ലാത്തതാണോ? അപ്പോൾ 5 മാതളത്തിൻ്റെ കൂടെ നെഗറ്റീവ് സംഖ്യ ആണെങ്കിൽ 5 മാതളത്തിൻ്റെ കൂടെ നെഗറ്റീവ് ഇത് കൂട്ടി എത്രയാണ് വരിക? 5 തന്നെയാണോ? അങ്ങനെ തെറ്റിദ്ധരിക്കുമോ നമ്മൾ? അപ്പോൾ അതാ ഞാൻ ചോദിക്കുന്നത്. 0 തന്നെ ഇല്ലാത്തതാണെങ്കിൽ അതിലും കുറഞ്ഞതാണ് നെഗറ്റീവ് എങ്കിൽ അത് ഇല്ലാത്തതല്ല ആവണ്ടേ. അപ്പോൾ പിന്നെ ഇതിൽ ഇല്ലാത്ത തന്നെ കൂട്ടിയാൽ കൂടില്ലല്ലോ. അപ്പോൾ അതാണോ അതിൻ്റെ ആശയം? അതല്ല ആശയം. അത് നെഗറ്റീവ് എന്നതിൻ്റെ ആശയം അതല്ല. അതാദ്യം മനസ്സിലാക്കുക.
അപ്പോൾ നമുക്ക് നെഗറ്റീവ് സംഖ്യകളെ ആശയം നെഗറ്റീവ് സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാവനയിലുള്ളത് അല്ലെ, ഇമേജിനറി അല്ല, ശരിക്കും കേവലം ഇല്ലാത്തതല്ല, ഉള്ളതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അത് തുടർന്ന് അത് നമുക്ക് പഠിക്കാം ഉണ്ടോ. അപ്പം നിങ്ങൾ എന്താണ് നെഗറ്റീവ് സംഖ്യകൾ എന്ന് നിങ്ങൾ ധരിച്ചു വെച്ചിരുന്നത് വളരെ തെറ്റാണ്. നമുക്ക് ഇനി അടുത്ത ക്ലാസ് വിശദമായി പഠിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്ക് വിടാം.